Section 2 26th question നോക്കാം. Reason for termination of the relationship between a banker and a customer. Identify the correct statement. First statement, the death, insolvency and lunacy of the customer. Second statement, liquidation of the company. Third statement, the closing of the account by the bank after giving due notice. Fourth statement, the completion of the contract or the specific transaction. Option A, 1 and 2. Option B, 3 only. Option C, 3 and 4. Option D, all of these. Question ചോദിച്ചിട്ടുള്ളത് ഒരു ബാങ്ക് കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ആകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ദ ഡെത്ത്, ഇൻസോൾവൻസി ആൻഡ് ലൂണസി ഓഫ് ദി കസ്റ്റമർ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ബാങ്ക് കസ്റ്റമർ തമ്മിലൊരു റിലേഷൻഷിപ്പ് എൻഡ് ആകുന്നത് മരണശേഷം, അല്ലെങ്കിൽ അയാൾ പാപ്പരാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനാകുന്ന അവസ്ഥയിലേക്ക് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ടെർമിനേറ്റ് ആവും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടാണ്, ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ബാങ്ക് കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ടെർമിനേറ്റ് ആവും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ക്ലോസിംഗ് ഓഫ് ദി അക്കൗണ്ട് ബൈ ദി ബാങ്ക് ആഫ്റ്റർ ഗിവിംഗ് ഡ്യൂ നോട്ടീസ്. കൃത്യമായിട്ട് കസ്റ്റമർക്ക് നോട്ടീസ് നൽകിയതിന് ശേഷം ബാങ്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് കസ്റ്റമറുമായിട്ടുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കളയാണ്. അങ്ങനെയുള്ള ടൈമിലും നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു പോകും. ഇവിടെ പ്രത്യേകം നോക്കുക, ബാങ്ക് കസ്റ്റമറിന് നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമേ അങ്ങനെ ബാങ്കിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ദ കംപ്ലീഷൻ ഓഫ് ദി കോൺട്രാക്ട് ഓർ ദി സ്പെസിഫിക് ട്രാൻസാക്ഷൻ. അതായത് എസ്ക്രോ അക്കൗണ്ടുകൾ പോലുള്ള അക്കൗണ്ടുകളാണ്. എസ്ക്രോ അക്കൗണ്ടുകളൊക്കെ ഫോം ചെയ്ത് കഴിയുമ്പോൾ, ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ അത് ആ ബാങ്കുമായിട്ട് ആ എസ്ക്രോ അക്കൗണ്ടും അവിടെ ക്ലോസ് ആവുകയാണ്. അപ്പോൾ ബാങ്ക് കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്ലോസ് ആകുന്നത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ടുള്ളതാണ്. ആൻസർ വരിക ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. എസ്ക്രോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എക്സാമുകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന അക്കൗണ്ടുകളെയാണ് എസ്ക്രോ എന്ന് പറയുക. ആ പർപ്പസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ എസ്ക്രോ അക്കൗണ്ടും തമ്മിലുള്ള റിലേഷൻ അവിടെ ടെർമിനേറ്റ് ആവുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 26, ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. Question number 27. Below statements, which is the reason for dishonor of a check? Options നോക്കാം. Option A, if the signature is absent, does not match with the specimen signature. Option B, if the name of the payee is not mentioned. Option C, if the fund in the account is sufficient. Option D, if the amount written in words and figures match with each other. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ചെക്ക് ഡിസോണേഡ് ആകുന്നതിനുള്ള റീസൺ ഏതാണെന്നാണ് ചോദിച്ചേക്കണത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് ദി സിഗ്നേച്ചർ ഈസ് ആബ്സെൻറ്റ്, നമ്മുടെ ചെക്കിൽ സിഗ്നേച്ചർ ആബ്സെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സ്പെസിമനുമായിട്ട് മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെക്ക് അവിടെ ഡിസോണേഡ് ആകാനുള്ളൊരു കാരണമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ദി നെയിം ഓഫ് ദി പേ ഈസ് നോട്ട് മെൻഷൻഡ്, പേയുടെ പേര് എഴുതിയിട്ടില്ല എന്നോ, പേയുടെ പേര് എഴുതാതെയും നമുക്ക് ചെക്കുകൾ മാറാം. ഓർഡർ ചെക്കുകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പേയുടെ പേര് നിർബന്ധമാണ്. പക്ഷേ വേറൊരു ചെക്ക് പോലുള്ള ചെക്കുകൾക്ക് നമുക്ക് പേയുടെ പേര് എഴുതണം എന്നില്ല. എഴുതാം, അല്ലെങ്കിൽ എഴുതണം എന്നില്ല, അത് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അത് ഉള്ളത് കൊണ്ട് നമുക്കൊരു ചെക്ക് ഡിസോണേഡ് ആകാനുള്ള കാരണമല്ല. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ദി ഫണ്ട് ഇൻ ദി അക്കൗണ്ട് ഈസ് സഫിഷ്യൻ്റ്, അക്കൗണ്ടിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് അക്കൗണ്ട് ആ ചെക്ക് ഡിസോണേഡ് ആവില്ല. ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ അത് ചെക്ക് ഡിസോണേഡ് ആവാനുള്ള കാരണമാണ്. സഫിഷ്യൻ്റ് ഉള്ള കാരണം കൊണ്ട് ചെക്ക് ഡിസോണേഡ് ആവില്ല. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയാം, ഇഫ് ദി എമൗണ്ട് റിട്ടൺ ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ് മാച്ച് വിത്ത് ഈച്ച് അതർ. അതിൽ ചെക്കിൽ എഴുതിയിട്ടുള്ള ഫിഗറിൽ എഴുതിയിട്ടുള്ള എമൗണ്ടും വേർഡിൽ എഴുതിയിരിക്കുന്ന എമൗണ്ടും മാച്ചാണ്. മാച്ച് ആയതുകൊണ്ട് ആ ചെക്ക് ഡിസോണേഡ് ആകാനുള്ള കാരണം ആകില്ല. ഇനി ചെക്കിൽ എഴുതിയിരിക്കുന്ന വേർഡിലുള്ളതും ഫിഗറിലുള്ളതും ഡിഫറെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഏത് സെക്ഷൻ പ്രകാരമാണ് അത് പേയബിൾ ആവുക എന്ന് ചോദിച്ചാൽ സെക്ഷൻ 18 ആണ്. സെക്ഷൻ 18 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച് വേർഡിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് പേ ചെയ്യാവുന്ന എന്നാണ് പറയുക. ഇപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് സെക്ഷൻ 18 പറയുക, വേർഡിൽ എഴുതിയിട്ടുള്ള എമൗണ്ടിനെ ലീഗൽ എമൗണ്ട് എന്നും ഫിഗറിൽ എഴുതിയിരിക്കുന്ന എമൗണ്ടിനെ കോർട്ടസി എമൗണ്ട് എന്നുമാണ് പറയുക. അങ്ങനെ വേർഡിലും ഫിഗറിലും എഴുതിയിരിക്കുന്ന എമൗണ്ടുകൾ ഡിഫറെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ വേർഡിൽ എഴുതിയിട്ടുള്ള എമൗണ്ട് പേ ചെയ്യാം, അഥവാ ലീഗൽ എമൗണ്ട് പേ ചെയ്യാം. ഏത് സെക്ഷൻ അനുസരിച്ച്? സെക്ഷൻ 18 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് അനുസരിച്ച്. അപ്പോൾ ഇവിടെ ആൻസർ വരിക ക്വസ്റ്റ്യൻ നമ്പർ 27, ആൻസർ ഓപ്ഷൻ എ. Question number 28. Which of the following is not a function of banking ombudsman?
First statement, addressing complaints relating to banking services. Second statement, providing a forum for resolving disputes between banks and customers. Third statement, conducting audits of banks' financial statements. Fourth statement, facilitating settlements between complaints and banks. Option A 1 and 2, option B 3, option C 4 only, option D all of this. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോട്ട് എ ഫങ്ഷൻ ഓഫ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഫങ്ഷൻ അല്ലാത്തത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അഡ്രസ്സിങ് കംപ്ലൈൻറ്റ്സ് റിലേറ്റിംഗ് ടു ബാങ്കിങ് സർവീസസ്. ഇത് കറക്റ്റ് ഫങ്ഷനാണ്, ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ വരുന്ന ഫങ്ഷനാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രൊവൈഡിങ് എ ഫോറം ഫോർ റിസോൾവിങ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ബാങ്കും കസ്റ്റമേഴ്സ് തമ്മിലുള്ളതും ബാങ്കും തമ്മിലുള്ള തർക്കങ്ങളും കാര്യം എല്ലാം ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ അതും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടക്ടിങ് ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ഫെസിലിറ്റേറ്റിംഗ് സെറ്റിൽമെൻറ്റ്സ് ബിറ്റ്വീൻ കംപ്ലൈൻറ്റ്സ് ആൻഡ് ബാങ്ക്സ്. ബാങ്കുകളും പരാതിക്കാരനും തമ്മിലുള്ള കംപ്ലൈൻറ്റുകളെല്ലാം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിങ് ഓംബുഡ്സ്മാൻ വഴിയാണ് നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് ആയിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28, ആൻസർ ഓപ്ഷൻ ബി. Question number 29. Which of the following types of complaints can be addressed by the banking ombudsman? First statement, issues relating to internet banking. Second statement, mis-selling of financial products. Third statement, delays in issuing banking services. Fourth statement, credit card operations, wrong billing, etc. Option A, first statement. Option B, third. Option D 1, 2 and 3. Option D all of these are. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ ഏതൊക്കെ കംപ്ലൈൻറ്റുകൾക്കാണ് നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാനിലേക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ്. ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഇൻ്റർനെറ്റ് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിന്മേൽ വരുന്ന കംപ്ലൈൻറ്റുകൾ, ഈ ബാങ്കിങ് സർവീസസ് ഡിലേ ആവുന്നത് കൊണ്ടുള്ള കംപ്ലൈൻറ്റുകൾ, അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഓപ്പറേഷൻസ് അതിൻ്റെ റോങ് ബില്ലിങ് ഇതുമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ, ഇതെല്ലാം നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റായിട്ടുള്ളത്. ഇപ്പോഴുള്ളത് ഇൻ്റഗ്രേറ്റഡ് ബാങ്കിങ് ഓംബുഡ്സ്മാനാണ്. അപ്പോൾ ഇതെല്ലാ ആക്ടിവിറ്റികളും ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ വരുന്ന ചാർജുകളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 29 ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. Question number 30. Which of the following is not a legal significance of endorsement? First statement, the endorser certifies to the endorsee the genuineness of the instrument. Second statement, the endorser guarantees to the endorsee that all previous endorsements are not genuine. Third statement, the endorser guarantees to the endorsee that his title to the endorsement is free from all defects. Fourth statement, the endorser agreed to compensate for any loss in case of non-payment of the instrument. Options നോക്കാം. Option A 1 and 2, option B 2 only, option C 2 and 3, option D all of these. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോട്ട് എ ലീഗൽ സിഗ്നിഫിക്കൻസ് ഓഫ് എൻഡോഴ്സ്മെൻറ്റാണ്. എൻഡോഴ്സ്മെൻറ്റിൽ ലീഗൽ സിഗ്നിഫിക്കൻ്റ് അല്ലാത്തത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണെന്നാണ്. എൻഡോഴ്സ്മെൻറ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 15 ആണ്, സെക്ഷൻ 15. എൻഡോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ലീഗൽ ടൈറ്റിലോ റൈറ്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയാം. എൻഡോഴ്സ്മെൻറ്റിൽ 2 പാർട്ടീസാണുള്ളത്, എൻഡോഴ്സർ, എൻഡോഴ്സി ഉണ്ട്. ആരാണോ സൈൻ ചെയ്യുന്നത് ആ വ്യക്തിനെ എൻഡോഴ്സർ എന്നും ആർക്കു വേണ്ടിയിട്ടാണോ സൈൻ ചെയ്യുന്നത് ആ വ്യക്തിനെ എൻഡോഴ്സി എന്നുമാണ് പറയാം. എത്ര പ്രാവശ്യം എൻഡോഴ്സ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നോ ലിമിറ്റാണ്, എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെപ്പറേറ്റ് ഒരു പേപ്പർ അറ്റാച്ച് ചെയ്തുകൊണ്ട് എൻഡോഴ്സ് ചെയ്യുന്നതിന് പറയുക അലോഞ്ച് എന്നാണ്. ഇതെല്ലാം പ്രീവിയസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സെപ്പറേറ്റ് ഒരു പേപ്പർ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പേപ്പർ അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് അലോഞ്ച് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയാം എൻഡോസർ സർട്ടിഫൈസ് ടു ദി എൻഡോസി ദ ജെനുവിൻനെസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എൻഡോസർ സൈൻ ചെയ്യുന്നതിനോടൊപ്പം അതിൽ ജെനുവിൻനെസ് ആണ്, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ജെനുവിൻനെസ്സിനെയാണ് അത് കാണിക്കുക. അത് കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്.
Second statement, the endorser guaranteed to the endorsee that all previous endorsement are not genuine. ഇത് റോങ് ആയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എൻഡോഴ്സർ സൈൻ ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ അർത്ഥം വരിക പ്രീവിയസ് ചെയ്തിട്ടുള്ള എല്ലാ എൻഡോഴ്സ്മെൻറ്റുകളും ജെനുവിൻ ആണ് എന്നാണ് അതിന് മീനിങ് വരിക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Third statement, the endorser guaranteed to the endorsee that his title to the endorsement is free from all defects. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എൻഡോഴ്സർ സൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം, എൻഡോഴ്സിക്ക് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഡിഫക്റ്റുകളൊന്നും ഇല്ലാത്ത ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന ഗ്യാരണ്ടി കൂടിയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Fourth statement, the endorser agreed to compensate for any loss in case of non-payment of the instrument. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ എങ്ങാനും ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ഡിസോണേഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യത എൻഡോഴ്സ് ചെയ്യുന്നവരിലേക്കും കൂടി ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ റോങ് ആയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ബി 2 ഒള്ളിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 30, ആൻസർ ഓപ്ഷൻ ബി. Question number 31. A promissory note is prepared by option A seller, option B debtor, option C creditor, option D none of this. Promissory note prepare ചെയ്യുന്നത് ഓപ്ഷൻ ബി ഡെപ്റ്റർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പ്രൊമിസറി നോട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 4ലാണ്. പ്രൊമിസറി നോട്ടിൽ എത്ര പാർട്ടീസ് ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 2 പാർട്ടീസ് ആണ് ഉള്ളത്. ആരാണ് പ്രൊമിസറി നോട്ട് എഴുതുന്നതെന്ന് ചോദിച്ചാൽ മേക്കർ ആണ്. മേക്കർ ഡെപ്റ്റർ ആണ്. മേക്കർ, ഡെപ്റ്റർ, ഡ്രോയർ, പ്രൊമിസർ എന്നാണ് പാർട്ടികളുടെ പേര് വരിക. അപ്പോൾ ഏതാണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത് അത് വേണം ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡെപ്റ്റർ ആണ് ആൻസർ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മേക്കർ എന്നുണ്ടാവും, അല്ലെങ്കിൽ ഡ്രോയർ എന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രോമിസർ എന്നായിരിക്കും ഉണ്ടായിരിക്കുക. 2 പാർട്ടീസ് ആണ് പ്രൊമിസറി നോട്ടിൽ ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 31, ആൻസർ ഓപ്ഷൻ ബി ഡെപ്റ്റർ. Question number 32. A bill which is delivered conditionally or for a particular purpose is called option A kite bill, option B escrow, option C trade bill, option D usance bill. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കണ്ടീഷണലി ഓർ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്, ഒരു പെർട്ടിക്കുലർ പർപ്പസിന് അല്ലെങ്കിൽ കണ്ടീഷണലി നമ്മൾ എഴുതപ്പെടുന്ന ബില്ല് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി എസ്ക്രോയാണ്. എസ്ക്രോ എഴുതുന്നത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് എഴുതി തയ്യാറാക്കുന്ന ബില്ലാണ് എസ്ക്രോ ബില്ലെന്ന് പറയാം. കൈറ്റ് ബിൽ അഥവാ അക്കമഡേഷൻ ബില്ല്. കൈറ്റ് ബില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ് നടക്കാണ്ട് മ്യൂച്വൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ടിനൊക്കെ എഴുതി തയ്യാറാക്കുന്ന ബില്ല് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കൈറ്റ് ബില്ലാണ്, ഓൾസോ നോൺ ആസ് അക്കമഡേഷൻ ബില്ലാണ്. ട്രേഡ് ബില്ലെന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് നടന്നതിന് ശേഷം എഴുതി തയ്യാറാക്കുന്ന ബില്ലിനെയാണ് ട്രേഡ് ബില്ലെന്ന് പറയാം. യൂസൻസ് ബില്ല് ഈസ് ഓൾസോ നോൺ ആസ് ടൈം ബില്ല്. ഒരു പ്രത്യേകം ടൈം മെൻഷൻ ചെയ്തുകൊണ്ട് ഇത്ര നാൾ കഴിഞ്ഞ് തരണം, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് തരണം എന്ന രീതിയിൽ പ്രത്യേകം ടൈം മെൻഷൻ ചെയ്തുകൊണ്ട് എഴുതപ്പെടുന്ന ബില്ലുകളെയാണ് യൂസൻസ് ബില്ലെന്ന് പറയുക അഥവാ ടൈം ബില്ലെന്ന് പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 32, ആൻസർ ഓപ്ഷൻ ബി എസ്ക്രോ. ക്വസ്റ്റ്യൻ നമ്പർ 33. Drawer of a bill of exchange is option A banker, option B creditor, option C debtor, option D agent. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡ്രോയർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ചാണ്. ഡ്രോയർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റർ ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെൻഷൻ ചെയ്തിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് സെക്ഷൻ 5ലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എത്ര പാർട്ടീസ് ആണുള്ളതെന്ന് ചോദിച്ചാൽ 3 പാർട്ടീസ് ആണുള്ളത്. ഡ്രോയർ, ഡ്രോയി, പേയി എന്ന് പറയുന്ന 3 കക്ഷികളാണ് ഉള്ളത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്നത് ആരാന്ന് ചോദിച്ചാൽ കടം കൊടുക്കുന്നയാളാണ്. കടം കൊടുക്കുന്നയാളെ എഴുതി തയ്യാറാക്കുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്. ക്രെഡിറ്ററാണ്, ഡ്രോയറാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷനിൽ വരുന്നത് അതിനനുസരിച്ച് വേണം ആൻസർ എഴുതാനായിട്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 33, ആൻസർ ഓപ്ഷൻ ബി ക്രെഡിറ്റർ. Question number 34. In dash type of endorsement, an agent is signing as an endorser and excludes himself from personal liability. Options നോക്കാം. ഓപ്ഷൻ എ sans phrase, ഓപ്ഷൻ ബി sans recourse, ഓപ്ഷൻ സി facultative, ഓപ്ഷൻ ഡി per pro. ഏജൻറ് ഈസ് സൈനിങ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഒരു ഏജൻറ്റ് സൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് പേഴ്സണ് സിഗ്നേച്ചർ ഇടുന്നതിന് വേണ്ടി റൈറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ആൻസർ പെർപ്രോയാണ്. അപ്പോൾ പെർപ്രോ എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഓതറൈസ്ഡ് പേഴ്സൺ എന്നോ ഏജൻറ്റ് എന്നൊക്കെ കാണാം. ബാധ്യതയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏജൻറ്റിനെ വെച്ചിട്ട് നമ്മൾ സൈൻ ചെയ്യിക്കുന്നു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ പെർപ്രോയാണ്.
സാൻസ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ എക്സ്പെൻസസ് നിന്ന് മാറി നിൽക്കുന്നു. അഡീഷണൽ എക്സ്പെൻസ് തരില്ല, ഫേസ് വാല്യൂ മാത്രമേ തരുള്ളൂ എന്ന് പറയുന്നതിനെയാണ് സാൻസ് ഫ്രേസ് എന്ന് പറയാം. ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുക, ഫാക്കൽറ്റേറ്റീവ് എന്ന് പറയുക സം ഓഫ് ദി റൈറ്റ്സ് ഓഫ് ദി എൻഡോഴ്സർ ആർ വേർവ്ഡ് ആണ്. അതായത് എൻഡോഴ്സറിൻ്റെ റൈറ്റ്സിൽ നിന്നും മാറി നിൽക്കുന്നതിനെയാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുക. സം ഓഫ് ദി റൈറ്റ്സ് ഓഫ് ദി എൻഡോഴ്സർ ആർ വേർവ്ഡ് ആണ് ഫാക്കൽറ്റേറ്റീവ്. സാൻസ് റീകോൾസ് എന്ന് പറഞ്ഞാൽ ബാധ്യതയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതായത് എങ്ങാനും ഈ പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഡിസോണേഡ് ആയിക്കഴിഞ്ഞാൽ, ആ ഡിസോണർ ആയിക്കഴിഞ്ഞാൽ ഒരു ബാധ്യത ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറയുന്നതിനെയാണ് സാൻസ് റീകോൾസ് എന്ന് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 34 ആൻസർ ഓപ്ഷൻ ഡി പെർപ്രോയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. യൂഷ്വലി ദ സിഗ്നേച്ചർ ഓഫ് ഡാഷ് ഈസ് സീൻ ഓൺ ദി ബാക്ക് ഓഫ് ദി ചെക്ക്. ഓപ്ഷൻ എ പേയി, ഓപ്ഷൻ ബി ഡ്രോയർ, ഓപ്ഷൻ സി ഡ്രോയി, ഓപ്ഷൻ ഡി ബാങ്കർ. ചെക്കിൻ്റെ കേസിൽ സൈൻ ചെയ്യുന്ന, ബാക്കിൽ സൈൻ ചെയ്യുന്ന ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ പേയി ആണ്. പേയി എന്ന് പറയുന്നത് ചെക്കിലെ സംബന്ധിച്ച് ചെക്കിലെ എമൗണ്ട് ആരാണോ കൈപ്പറ്റുന്നത് ആ കൈപ്പറ്റുന്ന വ്യക്തിനെയാണ് നമ്മൾ പേയി എന്ന് പറയാം. ബാങ്കിൽ ചെക്ക് മാറാൻ ചെല്ലുമ്പോൾ പേയിയോടായിരിക്കും പറയുക ബാക്കിൽ സൈൻ ചെയ്തിട്ട് എൻഡോസ് ചെയ്തിട്ട് തരാനായിട്ട് സാധിക്കും പറയും. അപ്പോൾ ചെക്കിൻ്റെ ഫ്രണ്ടിൽ സൈൻ ചെയ്യുന്ന ആരാ? ഡ്രോയറാണ്. ആരാണോ പണം എടുക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ആരാണോ റിസീവ് ചെയ്യുന്നത് അവരാണ് ചെക്കിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യുക. അപ്പോൾ ചെക്കിലെ ക്യാഷ് റിസീവ് ചെയ്യുന്ന വ്യക്തിനെ പറയുന്നതാണ് പേയ്. ഇൻസ്ട്രുമെൻറ്റിൽ പറയപ്പെടുന്ന തുക ആരാണോ കൈപ്പറ്റുന്നത് ആ വ്യക്തിനെയാണ് പേയ് എന്ന് പറയുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 35 ആൻസർ ഓപ്ഷൻ എ പേയ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. എ ബില്ല് മെയ്ഡ് പേയബിൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ കൈറ്റ് ബിൽ, ഓപ്ഷൻ ബി ടൈം ബിൽ, ഓപ്ഷൻ സി എസ്ക്രോ, ഓപ്ഷൻ ഡി ട്രേഡ് ബില്ല്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചർ ഡേറ്റ്, ഭാവിയിലേക്ക് ഒരു കൃത്യ ഡേറ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് എഴുതുന്ന ബില്ല് ഏതാണ്. അങ്ങനെ ഒരു ടൈം പീരീഡ് മെൻഷൻ ചെയ്തുകൊണ്ട് എഴുതുന്ന ബില്ലിന് നമ്മൾ പറയാം ടൈം ബില്ലെന്നാണ്. ടൈം ബിൽ ഈസ് ഓൾസോ നോൺ ആസ് യൂസൻസ് ബില്ലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36 ആൻസർ ഓപ്ഷൻ ബി ടൈം ബില്ല്. Question number 37. Collection, discounting and endorsement of bill of exchange is made by option A drawer, option B drawee, option C debtor, option D acceptor. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എൻഡോസ് ചെയ്യാനും ഡിസ്കൗണ്ട് ചെയ്യാനും അതുപോലെ കളക്ഷൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള റൈറ്റ് ആർക്കാണെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ഡ്രോയർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 37 ആൻസർ ഓപ്ഷൻ എ. Question number 38. What is the validity period of a check? Option A 1 month from the date of issue, option B 3 months from the date of issue, option C 6 months from the date of issue, option D no limit. Answer option B 3 months from the date of issue ആണ്. Question number 38 answer option B. Question number 39. Payment of a check can be stopped by option A nominee, option B drawee, option C drawer, option D beneficiary. ചെക്കിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക ഡ്രോയറിന് മാത്രമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. Question number 40. In the case of a check, the drawee will always be a option A banker, option B customer, option C endorser, option D agent. ഓപ്ഷൻ എ ബാങ്കർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ചെക്കിൻ്റെ കേസിൽ 3 പാർട്ടീസ് ആണുള്ളത്, ഡ്രോയർ, ഡ്രോയി, പേയി ആണ്. ഡ്രോയർ എന്ന് പറയുന്ന ആൾ ചെക്കിൽ സൈൻ ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള വ്യക്തിനെയാണ് ഡ്രോയർ എന്ന് പറയാം. ചെക്കിൻ്റെ കേസിൽ ഡ്രോയി എപ്പോഴും ബാങ്ക് ആയിരിക്കും, സ്ഥിരം നമുക്ക് പ്രീവിയസ് ഉള്ളതാണ്. ചെക്കിൻ്റെ കേസിൽ ഡ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ ചെക്കിൻ്റെ കേസിൽ ഡ്രോയി ബാങ്ക് ആണ്. പേയ് എന്ന് പറയുന്ന ആൾ ചെക്കിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ പറയപ്പെടുന്ന എമൗണ്ട് ആരാണോ കൈപ്പറ്റുന്നത് ആ വ്യക്തിനെയാണ് പേയ് എന്ന് പറയുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 40 ആൻസർ ഓപ്ഷൻ എ ബാങ്കർ. ക്വസ്റ്റ്യൻ നമ്പർ 41. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ദി കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം? First statement, to provide credit to purchasing industrial equipments for their business. Second statement, to provide credit to farmers for meeting their agricultural needs. Third statement, to provide credit to farmers for personal expenses. Fourth statement, to provide credit to farmers for education. Option A 1 and 2, option B 1, 2, 3, option C 2 only, option D all of these. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രൈമറി പർപ്പസ് ആണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ്.
ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു പർച്ചേസിങ് ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ് ഫോർ ദെയർ ബിസിനസ്. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. KCCയിൽ ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ലോണുകളും കാര്യങ്ങളൊന്നും വരില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഫോർ ഫാർമേഴ്സ് ഫോർ മീറ്റിംഗ് ദെയർ അഗ്രികൾച്ചർ നീഡ്സ്. കർഷകരുടെ അഗ്രികൾച്ചറൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലോൺ ഫെസിലിറ്റിയാണ് KCC. പ്രൊഡക്ഷൻ നീഡ്സും കൺസംഷൻ നീഡ്സുമാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ഫാർമേഴ്സ് ഫോർ പേഴ്സണൽ എക്സ്പെൻസ്. അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ഫാർമേഴ്സ് ഫോർ എഡ്യൂക്കേഷൻ. അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന പ്രൈമറി പർപ്പസ് ഓഫ് ദി KCC ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 41 ആൻസർ ഓപ്ഷൻ സി. Question number 42. Which of the following is not covered under the Kisan Credit Card Scheme? First statement, crop production needs. Second statement, post harvest expenses. Third statement, consumption requirement of farmer households. Fourth statement, real estate investments. Option A 1 and 2, option B 2 and 3, option C 4 only, option D all of this. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോട്ട് കവേർഡ് അണ്ടർ ദി കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിൽ കവറേജ് ലഭിക്കാത്ത താഴെ പറയുന്ന ഏതാണ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. ഫസ്റ്റ് വൺ, ക്രോപ്പ് പ്രൊഡക്ഷൻ നീഡ്സ്. പ്രൊഡക്ഷൻ നീഡ്സ് KCCയുടെ പരിധിയിൽ വരുന്നതാണ്. പോസ്റ്റ് ഹാർവെസ്റ്റ് എക്സ്പെൻസസ് അതും ഈ KCCയുടെ പരിധിയിൽ വരുന്നതാണ്. അതായത് പ്രൊഡക്ഷന് ശേഷം വരുന്ന എക്സ്പെൻസുകൾ, അത് മാർക്കറ്റ് ചെയ്ത് അത് വിൽപ്പന നടത്തുന്നത് വരെ, ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വരെയുള്ള എക്സ്പെൻസുകളെല്ലാം KCC സ്കീമിൽ കവറേജ് ഉള്ളതാണ്. തേർഡ് വൺ, കൺസംഷൻ റിക്വയർമെൻറ്റ് ഓഫ് ഫാർമർ ഹൗസ് ഹോൾഡ്സ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റോങ് ആയുള്ള സ്റ്റേറ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ KCC ക്രെഡിറ്റ് കാർഡ് സ്കീമുമായിട്ട് ചേർന്ന് വരുന്നതല്ല. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 42 ആൻസർ ഓപ്ഷൻ സി. 43. Which of the following is not the benefit of the KCC scheme? First statement, easy access to credit. Second statement, higher interest rate. Third statement, flexible repayment options. Fourth statement, less procedure in banks. Option A 2 only, option B 3 and 4, option C 1 and 2, option D 4 only. Question ചോദിച്ചിട്ടുള്ളത് not the benefit of the KCC സ്കീമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസി ആക്സസ് ടു ക്രെഡിറ്റ് ആണ്. പെട്ടെന്ന് നമുക്ക് ക്രെഡിറ്റ് കിട്ടാനായിട്ട് കർഷകർക്ക് ഏറ്റവും എളുപ്പത്തിൽ ലളിതമായ പ്രൊസീജിയറിലൂടെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പദ്ധതിയാണ് KCC. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്. കർഷകർക്ക് ഏറ്റവും മിനിമം ഇൻട്രസ്റ്റിലാണ് ഈ പറയുന്ന ലോണും കാര്യങ്ങളും അതിൻ്റെ അഡ്വാൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ഓപ്ഷൻസ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റീപേയ്മെൻറ്റ് ഓപ്ഷൻസ് KCC സ്കീമിലുണ്ട്. വൺ ക്രോപ്പ് സീസണിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യാർത്ഥം ഏത് രീതിയിലാണ് പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ആ രീതിയിൽ നമുക്ക് ലോണിൻ്റെ പേയ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ലെസ് പ്രൊസീജിയർ ഇൻ ബാങ്ക്. ബാങ്കിലെ ഏറ്റവും ലളിതമായ പ്രൊസീജിയറിലൂടെയാണ് കർഷകർക്ക് KCC സ്കീം നിന്നുള്ള ലോണും അഡ്വാൻസസും എല്ലാം കിട്ടുക. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതായത് ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 43 ആൻസർ ഓപ്ഷൻ എ. Question number 44. Below statements are related to RTGS. Identify the wrong statement. RTGS-ഉമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇന്റർബാങ്ക് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് റിയൽ ടൈം ആൻഡ് ഗ്രോസ് ബേസിസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മിനിമം എമൗണ്ട് പെർ ട്രാൻസാക്ഷൻ ഈസ് 5 lakhs. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോ അപ്പർ ലിമിറ്റ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ബാച്ച് വൈസ് സെറ്റിൽമെൻറ്റ്. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 4, ഓപ്ഷൻ സി 3 and 4, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. RTGSൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇന്റർബാങ്ക് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് റിയൽ ടൈം ആൻഡ് ഗ്രോസ് ബേസിസ്. റിയൽ ടൈം പേയ്മെൻ്റ് ആണ്, അത് കറക്റ്റായുള്ള ആൻസർ ആണ്. അടുത്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മിനിമം എമൗണ്ട് പെർ ട്രാൻസാക്ഷൻ ഈസ് 5 lakhs. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. RTGS സംവിധാനം ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ മിനിമം നമ്മുടെ കയ്യിൽ 2 lakhs rupees വേണം. അപ്പോൾ 5 lakh എന്നുള്ളത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 lakh rupees ആണ് നമുക്ക് വേണ്ടത്.
അടുത്തത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോ അപ്പർ ലിമിറ്റ്. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാക്സിമം എത്ര എമൗണ്ട് വരെ ട്രാൻസ്ഫർ ചെയ്യാം എന്നൊരു ലിമിറ്റ് RTGS പറഞ്ഞിട്ടില്ല. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ബാച്ച് വൈസ് സെറ്റിൽമെൻ്റ് ആണ്. ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫണ്ട് ട്രാൻസ്ഫർ മോഡുകളിൽ ബാച്ച് വൈസ് സെറ്റിൽമെൻറ്റ് ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് നെഫ്റ്റ് ആണ്. RTGS എന്ന് പറയുന്നത് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പദ്ധതിയാണ്. അത് റിയൽ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിനിമം 2 ലക്ഷം രൂപയെങ്കിലും വേണം നമുക്ക് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ റോങ് ആയിട്ടുള്ളത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 44 ആൻസർ ഓപ്ഷൻ B. Question number 45. Below statements are related to NEFT. Identify the wrong statement. First statement introduced in 2005. Second statement introduced by NPCI. Third statement batch wise settlement. Fourth statement transfer amount limit is 2 lakhs. Option A 2 and 4. Option B 1 and 3. Option C 4 only. Option D all of this. Question പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് നെഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ 2005 കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെഫ്റ്റ് ഫുൾ ഫോം നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. 2005 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NPCI. ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. RBI ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. RTGS ഫെസിലിറ്റിയും അതുപോലെ തന്നെ നെഫ്റ്റ് ഫെസിലിറ്റിയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് RBI ആണ്. അതുപോലെ IMPS UPI സിസ്റ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് NPCI ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ബാച്ച് വൈസ് സെറ്റിൽമെൻറ്റ്. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെഫ്റ്റിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുക ബാച്ച് വൈസ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ഫർ എമൗണ്ട് ലിമിറ്റ് 2 lakhs ആണ്. ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. RTGSൻ്റെ ആണ് 2 lakhs. നെഫ്റ്റിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കുക സ്മോൾ എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായുള്ള ഫണ്ട് ട്രാൻസ്ഫർ മോഡാണ് നെഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ സ്മോൾ എമൗണ്ട് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ A ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 45 ആൻസർ ഓപ്ഷൻ A. Question number 46. Which of the following is a feature of a cash deposit machine? First statement cash deposit, second statement cash withdrawal, third statement account balance enquiry, fourth statement provide advice slip confirming the transaction. Option A 1 and 4, option B 2 only, option C 3 and 4, option D all of this. Question ചോദിച്ചിട്ടുള്ളത് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുമായിട്ടാണ്. CDM ഇൻ്റലിജൻറ്റ് ATM എന്നറിയപ്പെടുന്നത് CDM ആണ്. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനെ ഇൻ്റലിജൻറ്റ് ATM എന്നാണ് അറിയപ്പെടുക. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഫീച്ചറാണ് ഓപ്ഷൻ A ക്യാഷ് ഡെപ്പോസിറ്റ്. CDM എന്ന് പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് വിഡ്രോവൽ. ക്യാഷ് വിഡ്രോവൽ നമുക്കിപ്പോൾ CDM മെഷീനിലൂടെ ക്യാഷ് വിഡ്രോവൽ സാധ്യമാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് ബാലൻസ് എൻക്വയറി. നമുക്ക് ബാലൻസ് എൻക്വയറി കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഡ്വൈസ് സ്ലിപ്പ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫണ്ട് CDM മുഖേനയാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കൺഫർമേഷൻ സ്ലിപ്പ് അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എവിഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ അഡ്വൈസ് സ്ലിപ്പാണ്. അത് ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ D ആണ്. All of these ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 46 ആൻസർ ഓപ്ഷൻ D. Question number 47. Which of the following is typically a user of ECS credit? Option first statement companies for salary payment, second statement government for pension disbursement, third statement mutual funds for dividend payments. Option A 2 and 1, option B 2 and 3, option C 3 only, option D all of this. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ECS ക്രെഡിറ്റ് ആണ്. ECS എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ECS ഫെസിലിറ്റി ബാങ്കുകളിൽ പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ ECS ക്രെഡിറ്റ് എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ECS ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്ത് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? കമ്പനീസ് ഫോർ സാലറി പേയ്മെൻറ്റ്സ്, കമ്പനികളുടെ സാലറി പേയ്മെൻറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെൻറ്റിന് പെൻഷൻ ഡിസ്ബേഴ്സ്മെൻറ്റ്, അതായത് ഗവൺമെൻറ് പെൻഷനൊക്കെ ഇപ്പോൾ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ബൾക്കായിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട് ഫോർ ഡിവിഡൻഡ് പേയ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ടുകളുടെ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നതൊക്കെ വേണ്ടിയിട്ട് ECS ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്.
ECS എന്ന് പറയുന്നത് ECS ക്രെഡിറ്റും ECS ഡെബിറ്റും ഉണ്ട്. ECS ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പനികളുടെ സാലറി പേയ്മെൻറ്റ്, അത് ബൾക്കായിരിക്കും. അതുപോലെ തന്നെ പെൻഷൻ, ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക, ഇതും ബൾക്കായുള്ള ട്രാൻസാക്ഷനാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റുകൾ ക്രെഡിറ്റ് ചെയ്യുക, ബൾക്കാണ്. അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് നേച്ചറിൽ നടത്തുന്നതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ECS ക്രെഡിറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 47 ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. Question number 48. ECS debit is typically used for which of the following purpose? First statement, salary payment. Second statement, utility bills payment. Third statement, pension disbursement. Fourth statement, dividend payment. Option A 1 only, option B 2 only, option C 4 only, option D all of this. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ECS ഡെബിറ്റ് ആണ്. ECS ഡെബിറ്റ് എന്ന് പറയുന്നതും റിപ്പീറ്റേറ്റീവ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ECS എന്ന കൺസെപ്റ്റ് റിപ്പീറ്റേറ്റീവ് ആണ്, ബൾക്കാണ്. അതിൽ തന്നെ 2 ക്ലാസിഫിക്കേഷനാണ് വരിക. ECS ക്രെഡിറ്റും ഉണ്ട്, ECS ഡെബിറ്റും ഉണ്ട്. ECS ഡെബിറ്റ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലിറ്റി ബില്ല് പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ECS ഡെബിറ്റ് ട്രാൻസാക്ഷൻ എന്നാണ് പറയുക. നമ്മൾ ഗൂഗിൾ പേ വഴി ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുക, അതുപോലെ തന്നെ വാട്ടർ ബില്ല് അടയ്ക്കുക, റെൻ്റ് അടയ്ക്കുക, ഇതെല്ലാം നമ്മൾ എല്ലാ മാസവും നമ്മൾ റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽസ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ECS ഡെബിറ്റ് എന്ന് പറയാം. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ECS ഡെബിറ്റ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ബില്ല് പേയ്മെൻറ്റ്സ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 48 ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 49. The IFSC code is used primarily for which of the following purpose? First statement, identifying the location of a bank. Second statement, facilitating electronic payments. Third statement, issuing credit cards. Fourth statement, opening bank accounts. Option A 3 only, option B 2 only, option C all of this, option D none of this. IFSC എന്ന് പറയുന്നത് ബാങ്കുകളിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, അതായത് നെഫ്റ്റ്, RTGS, IMPS ഒക്കെ മുഖാന്തരം ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നിർബന്ധമായിട്ടും IFS കോഡ് എഴുതിയിട്ടായിരിക്കും ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുക. ഏത് ബാങ്കിൽ ഏത് ബ്രാഞ്ചിലാണ് ട്രാൻസാക്ഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് IFS കോഡ് ബാങ്കുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇത് ചെക്ക് ബുക്കുകളിലും അതുപോലെ തന്നെ പാസ്ബുക്കിലുമാണ് നമുക്ക് IFSC കോഡ് കാണാനായിട്ട് സാധിക്കുക, അതിൽ IFS കോഡ് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ലൊക്കേഷൻ ഓഫ് ദി ബാങ്ക്, അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ്, ഇതിൽ കറക്റ്റായിട്ട് ആൻസർ വരിക ഓപ്ഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫെസിലിറ്റേറ്റിംഗ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് ആണ്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ ഈ നെഫ്റ്റ്, RTGS, IMPS മുഖാന്തരം ഓൺലൈൻ പേയ്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ബാങ്കും ബ്രാഞ്ചും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ ഉപയോഗിക്കുന്നതാണ് IFS കോഡ് എന്ന് പറയാം. എത്ര ഡിജിറ്റ് ആണ് എന്ന് ചോദിച്ചാൽ 11 ഡിജിറ്റാണ് IFS കോഡിന് ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 49 ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, 2 only. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 50. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിലേറ്റിംഗ് ടു സർഫൈസി ആക്ട്? First statement, it allows banks and financial institutions to auction properties when the borrower fail to repay their loans. Second statement, SARFAESI Act is an effective tool of NPA recovery. Third statement, SARFAESI Act is not applicable to loan below rupees 1 lakh. Fourth statement, SARFAESI Act does not apply to loan debts below 20% of the loan given. Option A 1 and 2, option B 2 and 3, option C 3 and 4, option D all of this. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സർഫൈസി ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സർഫൈസി ആക്ട് ഏത് ആക്ട് ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ 2002 ആണ്. സർഫൈസി ആക്ട് NPA റിക്കവറി ടൂൾ എന്ന നിലയിൽ ബാങ്കുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് സർഫൈസി ആക്ട് എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയാം, ഇറ്റ് അലൗസ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഓപ്ഷൻ പ്രോപ്പർട്ടീസ് വെൻ ദി ബോറോവർ ഫെയിൽ ടു റീപേ ദെയർ ലോൺസ്. ബോറോവർ അവരുടെ വായ്പകൾ കൃത്യമായിട്ട് റീപേയ്മെൻറ്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് ചട്ടപ്രകാരമുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിന് അതിനുള്ള പവർ നൽകുന്നത് സർഫൈസി ആക്ട് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, സർഫൈസി ആക്ട് ഈസ് ആൻ ഇഫക്റ്റീവ് ടൂൾ ഓഫ് NPA റിക്കവറി. NPA റിക്കവറി ടൂൾ എന്നറിയപ്പെടുന്നത് ഈ സർഫൈസി ആക്ട് ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, സർഫൈസി ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലോൺ ബിലോ rupees 1 lakh.
കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സർഫേസി ആക്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോണിൻ്റെ കുടിശ്ശിക 1,00,000 രൂപയിൽ മുകളിലേക്ക് ഉണ്ടായിരിക്കണം. 1,00,000 രൂപയും അതിൽ മുകളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർഫേസി ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് 1,00,000 രൂപയിൽ താഴെയാണ് കുടിശ്ശിക ഒരു ബോറോവർക്കുള്ളത് എങ്കിൽ ഈ പറയുന്ന സർഫേസി ആക്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, സർഫേസി ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു ലോൺ ഡെപ്റ്റ്സ് ബിലോ 20% ഓഫ് ദി ലോൺ ഗിവൺ. കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പേഴ്സൻറ്റേജിലാണ് തരുന്നതെങ്കിൽ 20%, എമൗണ്ടിലാണ് എന്നുണ്ടെങ്കിൽ 1 lakh വേണം എഴുതാനായിട്ട്. ബാങ്കിലെ ലോണിൻ്റെ കുടിശ്ശിക 20% അതിന് മുകളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സർഫേസി ആക്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബോറോവർ റീപേയ്മെൻറ്റ് നടത്തേണ്ടത് 20% താഴെയാണ് ഉള്ളതെങ്കിൽ അതിന് സർഫേസി ആക്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എല്ലാം സർഫേസി ആക്ടുമായിട്ട് കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റായുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 50 ആൻസർ ഓപ്ഷൻ ഡി.